തൃശൂർ അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയുടെ ചികിത്സ പൂർത്തിയായി. ആനയുടെ മസ്തകത്തിൽ മരുന്ന് വെച്ചു. ആന വിദഗ്ധ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ്. വിവരങ്ങളുമായി തിയോഫിൻ ചേരുകയാണ്. തിയോഫിൻ, ഇന്ന് രാവിലെയാണ് ആനയെ മയക്കുവെടി വെച്ച് തളച്ചത്. ഇപ്പോൾ മസ്തകത്തിൽ പരിക്കുണ്ടായിരുന്നു, അവിടെ മരുന്ന് വച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആന വിദഗ്ധ സംഘത്തിന്റെ പൂർണ്ണമായ നിരീക്ഷണത്തിലാണ്. ഇപ്പോഴത്തെ ആനയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് വനം വകുപ്പ് ഡോക്ടർമാർ പറയുന്നത് എന്താണ്? മനു, നിലവിൽ ചികിത്സ പൂർത്തിയായി. ആന ഇപ്പോൾ വനംവകുപ്പിൻ്റെ മെഡിക്കൽ സംഘത്തിൻ്റെ ഉൾപ്പെടെ നിരീക്ഷണത്തിലാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മെഡിക്കൽ സംഘവും ആനയെ നിരീക്ഷണത്തിൽ വെച്ചിരിക്കുന്നു. കാരണം ഈ മരുന്ന് വെച്ചതിന് ശേഷം എന്താണ് ആനയ്ക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് കൂടി നോക്കേണ്ടതുണ്ട്. എന്തായാലും ആരോഗ്യനിലയിൽ തൃപ്തികരമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് രാവിലെയാണ് ആനയെ മയക്കുവെടി വെച്ച ചികിത്സയ്ക്ക് വിധേയമാക്കാൻ സാധിച്ചത്. കാരണം കഴിഞ്ഞ ദിവസം ഒരു 48 മണിക്കൂറോളമായി ഈ ആനയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു. പ്രധാനമായും വനംവകുപ്പ് മുൻഗണന നൽകിയിരുന്നത് ആനയെ പിടികൂടി മയക്കുവെടി വെച്ച ആനയെ ചികിത്സിക്കുക എന്നതാണ്. കാരണം മസ്തകത്തിന് പരിക്കേറ്റതുകൊണ്ട് ചികിത്സിക്കാൻ വേറെ ഒരു മാർഗവും അവിടെ സാധ്യമല്ല. പറ്റിയ ഒരു സ്ഥലം, അതായത് ചികിത്സ കൂടി നൽകാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് എത്തി അവിടെ വെച്ച് മയക്കുവെടി വെച്ച ശേഷം ആനയെ ആ മയക്കത്തിൽ നിർത്തിക്കൊണ്ട് തന്നെ ചികിത്സ നൽകുക എന്നതാണ്. ഇപ്പോൾ അത് വിജയകരമായി പൂർത്തിയായിരിക്കുന്നു. 9:15 കൂടിയാണ് ചികിത്സ തുടങ്ങിയത്. മുനിത്തടം ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചാണ് ആനയ്ക്ക് ചികിത്സ നൽകാൻ സാധിച്ചത്. നേരത്തെ ഒരു 8:30 മയക്കുവെടി വെച്ചു. അതിനുശേഷം ആന അല്പദൂരം ഓടി ഈ ക്ഷേത്രത്തിന് സമീപത്ത് എത്തുകയും ഒരു പകുതിയോളം മയങ്ങി നിൽക്കുകയും ചെയ്തു. അതിനുശേഷം ബൂസ്റ്റർ ഡോസ് നൽകിയാണ് ആനയെ ചികിത്സയ്ക്ക് വിധേയമാക്കിയത്. മസ്തകത്തിലുണ്ടായിരുന്ന പഴുപ്പ്, ആ മുറിവിലുണ്ടായിരുന്ന പഴുപ്പെല്ലാം നീക്കം ചെയ്തു. ആൻറ്റിബയോട്ടിക്കുകൾ നൽകിയിട്ടുണ്ട്. അതിനുശേഷം ഈ ചികിത്സ പൂർത്തിയാക്കി. ഇപ്പോൾ മയക്കം വിട്ട് ആന ഉണർന്നിട്ടില്ല എന്നാണ് നമുക്കിപ്പോഴും ലഭ്യമാകുന്ന വിവരം. മയക്കം വിട്ടുണർന്ന ശേഷം ആനയുടെ നീക്കങ്ങൾ എങ്ങനെയാവും ആനയുടെ ഒരു ചലനം എന്ന രീതിയിൽ കാര്യങ്ങൾ കൂടി അറിയുന്നതിന് വേണ്ടിയാണ്. അതൊരു വളരെ പ്രധാനപ്പെട്ടതാണല്ലോ, കാരണം അടുത്ത ഘട്ടമാണല്ലോ ഈ മയക്കം വിട്ട് എണീക്കുമ്പോൾ എന്താണ് അടുത്ത നീക്കം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അപ്പോൾ അതിനുള്ളൊരു പ്ലാൻ എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് തിയോഫിൻ? മനു, നിലവിൽ ഇപ്പോൾ ഈ മുനിത്തടം ക്ഷേത്രം എന്ന് പറയുന്നത് വന അതിർത്തിയോട് ചേർന്നാണ്. അവിടെ നിന്ന് അല്പദൂരം കടന്നു എത്തിക്കഴിഞ്ഞാൽ പിന്നെ വനപ്രദേശമാണ്. അപ്പോൾ സ്വാഭാവികമായും ആന മയക്കം മാറിക്കഴിഞ്ഞാൽ പതിയെ വനത്തിലേക്ക് കയറി പോകുമെന്ന കണക്കുകൂട്ടലാണ്. അതിനാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ മാറ്റങ്ങളോ ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുകയുള്ളൂ. ഏതെങ്കിലും രീതിയിലുള്ള മറ്റ് ആലോചനകൾ ഉണ്ടെങ്കിൽ വനംവകുപ്പ് അത് നമ്മളെ അറിയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ സ്വാഭാവികമായും ആന മറ്റ് ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ ആ മയക്കം മാറുന്ന മുറയ്ക്ക് ആന പതിയെ നടന്ന കാടിനുള്ളിലേക്ക് കയറി പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതാണ് വനംവകുപ്പ് ലക്ഷ്യമിടുന്നതും. നിലവിൽ അതുപോലെ തന്നെ ഈ മുറിവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മുറിവിനെക്കുറിച്ച് ആദ്യം ഉണ്ടായിരുന്ന ഒരു സംശയമുണ്ട്. വെടിയേറ്റതാണോ അല്ലെങ്കിൽ ആനകൾ തമ്മിൽ ഏറ്റുമുട്ടിയതാണോ എന്ന്. നിലവിൽ ആനകൾ തമ്മിൽ ഉണ്ടായ ഒരു സംഘർഷത്തിനിടയിൽ പരിക്കേറ്റതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം മുറിവ് പരിശോധിച്ചതിൽ നിന്നും അങ്ങനെയാണ് വ്യക്തമായതെന്ന് വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളില്ല. അതുപോലെ ആനയ്ക്ക് വലിയ മറ്റാരോഗ്യ പ്രശ്നങ്ങളുമില്ല. ഈ 2 ദിവസം ആനയെ കാണാതായിരുന്നെങ്കിൽ കൂടി കാട്ടിനുള്ളിൽ നടക്കുകയായിരുന്നു. ഒരു പക്ഷേ ആദ്യ ദിവസം ഈ മയക്കുവെടി വെക്കാൻ ശ്രമിച്ചപ്പോൾ അത് ശ്രമം പരാജയപ്പെട്ടിരുന്നു. അവിടെ ഈ അതായത് സുരക്ഷിതമായി മയക്കുവെടി വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് വീണ്ടും നീക്കാൻ ശ്രമിച്ചപ്പോൾ അതിനുവേണ്ടി ഒരു പടക്കം പൊട്ടിക്കുകയുണ്ടായി. ആ സമയത്താണ് ആന കാട്ടിലേക്ക് കയറിപ്പോയത്. അങ്ങനെ കാട്ടിലേക്ക് പോയ ആന ഭയന്നിട്ടുണ്ട്. ഒപ്പം ഈ മുറിവിൻ്റെ വേദനയും ഉണ്ടാകും. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ ഭയപ്പാട് കൊണ്ടായിരിക്കണം ആനക്കൂട്ടത്തോടൊപ്പം ചേർന്നത്. അങ്ങനെയാണ് ഇന്ന് രാവിലെ എണ്ണപ്പനത്തോട്ടത്തിന് താഴെയായി ചാലക്കുടി പുഴയുടെ ഭാഗത്ത് ആന വെള്ളം കുടിക്കാനായി എത്തിയിരുന്നത്. അവിടെ വെച്ച് മറ്റ് 3 ആനകൾ കൂടിയുണ്ട്. അങ്ങനെ 4 ആനകളാണ് ഉണ്ടായിരുന്നത്. ഈ കൂട്ടത്തിൽ നിന്ന് ഈ പരിക്കേറ്റ ആനയെ മാറിക്കിട്ടിയാൽ മാത്രമാണ് ഇതിന് മയക്കുവെടി വെച്ച് ചികിത്സ ചെയ്യാൻ കഴിയുക എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ 7 മണിയോടുകൂടി ആന വനംവകുപ്പിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു, ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിലായിരുന്നു. ആ നിരീക്ഷണത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഈ ആനയെ ഒറ്റപ്പെട്ട് കിട്ടുക എന്നതായിരുന്നു പ്രധാന ആവശ്യം. അത് പക്ഷേ അല്പസമയത്തിനുള്ളിൽ സാധ്യമായി. അങ്ങനെ ഒരു 1.5 മണിക്കൂറിനുള്ളിൽ ആനയെ ഒറ്റപ്പെട്ട് മറ്റൊരു ഭാഗത്തേക്ക് കിട്ടുകയും, അതായത് ആന ആദ്യം കണ്ട ഭാഗത്തു നിന്നും ഒരു 200-250 മീറ്ററോളം ദൂരേക്കായി ആന ഒറ്റയ്ക്ക് മാറിപ്പോവുകയായിരുന്നു ചെയ്തത്. ഈ മറ്റേ അതിരപ്പള്ളി അല്ലെങ്കിൽ വേറ്റിലപ്പാറ ഭാഗത്ത് പുഴയുടെ മറുകരയിലേക്ക് ആന പോവുകയും ആ മറുകരയിൽ നിന്ന് കയറിപ്പോയി തുടർന്ന് ഈ മുനിത്തടം ക്ഷേത്രത്തിന് സമീപത്തേക്ക് എത്തിയിരുന്നു. അവിടെ ഒരു തോട്ടത്തിൻ്റെ ഭാഗത്ത് വെച്ച്
ആനയെ മയക്കുവെടി വയ്ക്കാൻ സാധിച്ചു. പക്ഷേ ആ മയക്കുവെടി വയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെ ആന ഉദ്യോഗസ്ഥർക്കിടെ അടുത്തേക്ക് ചെറുതായി ഓടിയെടുക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. പക്ഷേ എന്തായാലും സുരക്ഷിതമായി തന്നെ ആനയെ മയക്കുവെടി വയ്ക്കാൻ സാധിച്ചു. അങ്ങനെ ആ മയക്ക് വെടി ഏറ്റ ശേഷം മരുന്ന് ഏറ്റ ശേഷം ആദ്യ ഡോസ് മരുന്ന് നൽകി. അങ്ങനെ 3 ഡോസ് മരുന്നാണ് നൽകിയതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. പിന്നീട് ആണ് ഈ ക്ഷേത്രത്തിന് സമീപത്തേക്ക് ആന മയങ്ങി ചെറിയ മയക്കത്തോടുകൂടി എത്തി നീക്കം, അതായത് ഓട്ടമൊന്നുമില്ലാതെ ഇങ്ങനെ പതിയെ എത്തിയപ്പോഴാണ് ബൂസ്റ്റർ ഡോസ് കൂടി നൽകി ആനയെ അവിടെ നിർത്തി സ്റ്റാൻഡിംഗ് പൊസിഷനിൽ നിർത്തിയാണ് ഈ ചികിത്സ നൽകിയത്.